എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിൽ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല, പക്ഷെ അങ്ങനെയാണ് അത്. ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിന്ന് ഇതെടുക്കുന്ന കാര്യം, ഈ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആസിഫ് കുഴിന്നൊരു ബോഡി എടുത്ത സിനിമയുടെ ഭാഗ്യം ലക്കെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നേ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് അതെ ഇനി കുഴിച്ചിട്ടത് കണ്ടെത്തി സ്ക്രിപ്റ്റുകൾ കൊണ്ടുവരാം. ജിത്തു ജോസഫിനോട് ചോദിക്കുക. ഇല്ല 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 ഞാനില്ല. റൂമറല്ലേ? ഇല്ല ഞാനില്ല. അത് എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇന്നിപ്പോ പറയാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആൻഡ്രൂ എന്ന് പറയുന്ന മൈൻസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ VFX ആർട്ടിസ്റ്റ്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അത് അത്ര എളുപ്പമല്ല. നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് നമ്മളത്. പ്രത്യേകിച്ച് ആൻഡ്രൂ അത് ഭയങ്കര നന്നായി ചെയ്തു തന്നു. ഒരുപാട് സമയമെടുത്തു. നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തന്നു. അതേപോലെ തന്നെ JD എന്ന് പറയുന്ന ജയദേവൻ സൗണ്ട് ഡിസൈനർ, കഴിഞ്ഞ വർഷത്തെ ഉള്ളൊഴുക്കിന് സംസ്ഥാന അവാർഡ് നേടിയ JD വളരെ മികച്ച രീതിയിൽ ഇതിൽ സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുജീബില്ല. കിഷ്കിന്താനത്തിന് ശേഷം മുജീബ് ചെയ്യുന്ന സിനിമയാണിത്. ഇനിയുള്ള കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് മുജീബ്. ഇനി തൊട്ടടുത്ത് ചെയ്യാൻ പോകുന്നത് വലിയൊരു സിനിമയാണ്. അത് അവർ അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് മുജീബ് എന്ന് പറയുന്നൊരു ആളുടെ കാലമാണ് ഇനി വരാൻ.